നമസ്കാരം. ലൈവ് മീഡിയ മൂർക്കനാടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങാടിപ്പുറം വളാഞ്ചേരി റൂട്ടിൽ അമ്പലപ്പടി മുതൽ വെങ്ങാട് ഗോകുലം വരെയുള്ള ഭാഗത്ത് 25/1/2025 മുതൽ തുടർച്ചയായി 8 ദിവസങ്ങളിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തുകയാണ്. റീടാരിങ്ങിന്റെ ഭാഗമായി ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തുന്നതിനെ കുറിച്ച് പല അഭ്യൂഹങ്ങളും പല വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ തന്നെ പ്രചരിക്കുന്നുണ്ട്. പൂർണ്ണമായ ഗതാഗത നിയന്ത്രണമുണ്ട്, അതല്ലെങ്കിൽ ചെറിയ വാഹനങ്ങൾ മാത്രമേ കടത്തിവിടികളുള്ളൂ, ഇതിനെ കുറിച്ചൊക്കെ പല അഭ്യൂഹങ്ങളും പല വാട്സപ്പ് ഗ്രൂപ്പുകളിലും പല ചർച്ചകളൊക്കെ തന്നെ നടക്കുന്നുണ്ട്. അപ്പോൾ ആ സംശയങ്ങളൊക്കെ ദൂരീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത്. അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവർ നമ്മോട് പറയുന്നതനുസരിച്ച് പൂർണ്ണമായ ഗതാഗത നിയന്ത്രണം ഇല്ല, ഒരു ഭാഗത്തുകൂടെ വാഹനങ്ങൾ കടത്തിവിടും എന്നുള്ളത് തന്നെയാണ് നമ്മുടെ അധികാരികൾ പറഞ്ഞിട്ടുള്ളത്. അതേപോലെ തന്നെ ബസ്സുകൾ, സ്കൂൾ ബസ്സുകൾ ഒക്കെ തന്നെ സമയം ക്രമം പാലിക്കുന്നതിൽ വളരെ ബുദ്ധിമുട്ട് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് എന്നതിനെ കുറിച്ചൊക്കെ തന്നെ അവർ പറയുകയുണ്ടായി. കൂടുതൽ അതിനെക്കുറിച്ച് പറയുന്നതിന് വേണ്ടിയിട്ട് ഈ കരാറ് കമ്പനിയുടെ ഉത്തരവാദിത്തപ്പെട്ടവർ തന്നെ നമ്മോട് ഇതിനെക്കുറിച്ച് വിശദീകരിക്കുന്നതാണ്. ULCCന്റെ ടാറിങ്ങിന്റെ ഭാഗമായിട്ട് നാളെ മുതൽ അമ്പലപ്പടി മുതൽ വെങ്ങാട് ടൗൺ വരെയുള്ള ഗതാഗതം ഭാഗ്യമായി നിർത്തലാക്കപ്പെടുന്നതാണ്. എന്ന് വെച്ചാൽ ഒരു സൈഡ് ബ്ലോക്ക് ഉണ്ടാവും, ഒരു സൈഡ് ഓപ്പൺ ആയിരിക്കും. വലിയ വാഹനങ്ങൾ പോകാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതായത് ബസ്സുകൾ, പിന്നെ ഇവിടെ ഒരു KNRCന്റെ ലോറികൾ, അതായത് വലിയ വണ്ടികൾക്ക് മാത്രം ഒരു നിയന്ത്രണം ഉണ്ടായിരിക്കും. പൊതുവായിട്ട് എല്ലാവർക്കും ഓപ്പൺ ആയിരിക്കും, എന്നാലും ഒരു വൺ സൈഡ് ബ്ലോക്ക് ആയിരിക്കും. 25-ാം തീയതി തുടങ്ങുന്ന ടാറിങ് ULCCയുടെ 8 ദിവസം തുടരുന്നതാണ്. ഇതിൽ 8 ദിവസം എന്ന് പറയുമ്പോൾ ചിലപ്പോൾ മുമ്പോട്ടാകാം, ബാക്കിലോട്ടാകാം. എന്നാൽ 8 ദിവസം ട്രാഫിക് നിയന്ത്രണം ഉണ്ടായിരിക്കുന്നതാണ്. എന്നാലും ഒരു വൺ സൈഡ് വഴി ഗതാഗതം തുടരുന്നതാണ്. മറ്റുള്ള പൊതുജനങ്ങളെല്ലാവരും ഇതിനോട് സഹകരിക്കുക. നമുക്ക് വൺ സൈഡ് ട്രാഫിക് ബ്ലോക്ക് ആക്കിയിട്ട് മറ്റു വൺ സൈഡ് കടത്തി വിട്ടിട്ട് മറു സൈഡ് വീണ്ടും നമ്മൾ ട്രാഫിക് ഓപ്പൺ ആക്കുകയാണ്. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒരു കുറച്ച് സമയം ഒന്ന് വെയിറ്റിംഗ് ചെയ്യണം, ആ ഒരു ഇത് ഉണ്ടാകത്തുള്ളൂ. അല്ലാതെ പൂർണ്ണമായി നിരോധനം ഉണ്ടാകത്തില്ല. നമ്മൾ ചെയ്തു വരുന്ന വഴിയിൽ പോക്കറ്റ് റോഡുകൾ ഉണ്ടാകുമെങ്കിൽ ആ സൈഡിൽ ഒരു മണിക്കൂർ 2 മണിക്കൂർ ടൈം അത് പൂർണ്ണമായി ബന്ധിക്കുന്നതാണ്. അത് ഓപ്പൺ ആകത്തില്ല. അതൊരു 2 മണിക്കൂർ ടൈം, അതായത് നമ്മൾ ചെയ്തു വരുന്ന ടാറിങ്ങിന്റെ ഒരു റോളിങ്ങും മറ്റുള്ള കാര്യങ്ങളും റെഡിയാകുന്നത് വരെ ബ്ലോക്ക് ആയിരിക്കും പോക്കറ്റ് റോഡുകൾ. ബാക്കി കണ്ടിന്യൂ നമുക്ക് വാഹനങ്ങൾ പോകാവുന്നതായിരിക്കും, കുഴപ്പമില്ല. സ്കൂൾ വാഹനങ്ങളൊക്കെ നമ്മൾക്ക് ഇപ്പോൾ 8 മണിക്ക് പോകുന്നതാണെങ്കിൽ അത് കുറച്ച് അരമണിക്കൂർ മുൻപേ പോകേണ്ടതാണ്. വെച്ചാൽ അത്രയ്ക്ക് ട്രാഫിക്കും കാര്യങ്ങളും ഉണ്ടാകും. ആ സമയത്ത് മാത്രം നമ്മൾ 9 മണിക്ക് പോകണ്ടെങ്കിൽ 9 മണിക്ക് തന്നെ വരെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും അത് കടന്നു പോകാൻ കൃത്യമായ സമയത്ത് പോകാൻ കഴിയില്ല. അത് കറക്റ്റായിട്ട് 9 മണിക്കുള്ള സ്കൂൾ ടൈം ആണെങ്കിൽ അത് കറക്റ്റായിട്ട് 8:30 തന്നെ അരമണിക്കൂർ മുൻപേ ഇതിലെ വാഹനങ്ങൾ മറ്റുള്ള വാഹനങ്ങൾ കടന്നു പോകാൻ കറക്റ്റായിട്ട് ടൈം കൃത്യമാക്കാൻ വേണ്ടി അത് മുൻപേ നമ്മൾ അരമണിക്കൂർ മുൻപേ വരേണ്ടതാണ്. മറ്റുള്ള വാഹനം ബസ്സായാലും ശരി തന്നെ എല്ലാ വാഹനങ്ങളും പൂർണ്ണമായും നമ്മളെ വർക്കിനോട് സഹകരിക്കണം. നമ്മുടെ ലൈൻ ബസ്സുകൾ ദയവ് ചെയ്ത് നമ്മളെ ഈ റോഡ് വർക്കുമായിട്ട് സഹകരിക്കുക. കാര്യം ഇത് നമ്മളെ നിങ്ങളുടെ മത്സരം കുറച്ച് ഓട്ടം കുറച്ചൊന്ന് കൺട്രോൾ ചെയ്ത് നമ്മളെ വർക്കിനോട് സഹകരിച്ച് മാത്രമേ നിങ്ങളെ സർവീസ് നടത്താവൂ. കാര്യം സ്പീഡ് കാര്യങ്ങളെല്ലാം ഒന്ന് കൺട്രോൾ ചെയ്യുക. കാര്യം നമ്മളെ വർക്കിനോട് സഹകരണം എപ്പോഴും നിങ്ങൾ ഉണ്ടായിരിക്കണം. ULCCയുടെ വർക്കാണ്. നമ്മൾ മാക്സിമം എത്രയും വേഗമായ രീതിയിൽ നമ്മൾ ചെയ്തു തീർക്കാൻ ശ്രമിക്കുന്നുണ്ട്. വർക്ക് ചെയ്യുന്നത് ULCC ആണ്. നിരവധിയായിട്ടുള്ള വാഹനങ്ങൾ ദിനം പ്രതി കടന്നു പോകുന്ന ഒരു റൂട്ട് തന്നെയാണ് അങ്ങാടിപ്പുറം വളാഞ്ചേരി റൂട്ട്. നിരവധിയായിട്ടുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, അതുപോലെ തന്നെ ഫ്ലോറ ഫെൻഡേഷ്യ അമ്യൂസ്മെന്റ് പാർക്ക് പോലെയുള്ള സംഭവങ്ങളൊക്കെ തന്നെ ഈ റൂട്ടിൽ വരുന്നതാണ്. അപ്പോൾ ലൈൻ ബസ്സുകൾക്ക്, നമ്മുടെ പ്രൈവറ്റ് ബസ്സുകൾക്ക് സമയക്രമം പാലിക്കുന്നതിൽ വളരെയേറെ ബുദ്ധിമുട്ട് അനുഭവപ്പെടാം. മത്സരയോട്ടങ്ങളൊക്കെ തന്നെ നിർത്തിവെച്ചുകൊണ്ട് ഈ ഒരു റോഡ് പണിയുമായി സഹകരിക്കണം എന്നാണ് ഇതിന്റെ അധികാരികൾ നമ്മളോട് പറയുന്നത്. അതേപോലെ തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് പോകുന്ന വാഹനങ്ങൾ, സ്കൂൾ ബസ്സുകളൊക്കെ തന്നെ കുറച്ച് നേരത്തെ കുട്ടികളെ എടുത്തുകൊണ്ട് വരണം എന്നുകൂടെ അഭ്യർത്ഥിക്കുന്നുണ്ട് ഇതിന്റെ ഉത്തരവാദിത്തപ്പെട്ടവർ. അപ്പോൾ തുടർച്ചയായി 8 ദിവസങ്ങൾ എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു 8 ദിവസം ചിലപ്പോൾ 9ാമത്തെ ദിവസത്തിലേക്ക് അങ്ങോട്ട് കടന്നേക്കാം, അതല്ലെങ്കിൽ 7ാമത്തെ ദിവസം തന്നെ ഇത് അവസാനിക്കാം. എന്തായാലും ഒരു 8 ദിവസമാണ്, തുടർച്ചയായിട്ടുള്ള 8 ദിവസങ്ങൾ, 25-ാം തീയതി മുതൽ തുടർച്ചയായിട്ടുള്ള 8 ദിവസങ്ങളാണ് അവർ നമ്മോട് പറയുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു റീടാരിങ്ങുമായിട്ട് സഹകരിച്ച്, ഗതാഗത നിയന്ത്രണവുമായിട്ട് സഹകരിച്ച് എല്ലാവരും പണി പൂർത്തീകരിക്കുന്നത് വരെ എല്ലാവരുടെയും സഹകരണം കമ്പനി പ്രതീക്ഷിക്കുന്നുണ്ട്.
അപ്പോൾ പല രീതിയിലുള്ള ചർച്ചകളായിരുന്നു വാട്സപ്പ് ഗ്രൂപ്പുകളിലും നമ്മുടെ പല അങ്ങാടികളിലൊക്കെ ചർച്ച നടന്നുകൊണ്ടിരുന്നത്. ഈ ഗതാഗതം പൂർണ്ണമായിട്ട് അടച്ചിടും, അല്ലെങ്കിൽ ഭാരവാഹനങ്ങൾ കടത്തിവിടില്ല, ബസ്സുകൾ കടത്തിവിടില്ല, ലൈൻ ബസ്സുകൾ കടത്തിവിടില്ല, അതിനെക്കുറിച്ച് ഒരുപാട് അഭ്യൂഹങ്ങളൊക്കെ തന്നെ പറയുന്നുണ്ടായിരുന്നു നാട്ടിൽ. അപ്പോൾ എല്ലാവരുടെയും സംശയം ദൂരീകരിക്കപ്പെട്ടിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവരുടെയും സംശയങ്ങൾ തീർന്നു എന്ന ഒരു ധാരണയോടെ സൈൻ ഔട്ട് ചെയ്യാണ്. ബഷീർ മൂർക്കനാട്. ബൈ.